ദൈവവചനം അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അതോരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ കൂടാതെ തകർന്നു പോകാതെ നമ്മെ നിലനിർത്തുവാനും ശക്തീകരിക്കുവാനും കാരണമായി തീരും. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊള്ളുക. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം. പല നിലകളിൽ നാം ലിപികൾ എഴുതാറുണ്ട്. കുട്ടികൾ സ്ലേറ്റിൽ എഴുതും, അധ്യാപകർ ബ്ലാക്ക് ബോർഡിലോ വൈറ്റ് ബോർഡിലോ എഴുതും, പ്രിൻ്റ് ചെയ്യുന്നവർ അത് പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്യും. എന്നാൽ ഇതൊക്കെ കാലക്രമത്തിൽ മാഞ്ഞു പോകും. എന്നാൽ ദൈവവചനം പറയുകയാണ്, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊള്ളുക. കാരണം നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. 119-ാം സങ്കീർത്തനം 11-ാം വാക്യം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അതെ, ഒരുവനെ ഉറപ്പുള്ളവനാക്കുന്ന, ശക്തീകരിക്കുന്ന, കൃപയിൽ നിർത്തുന്ന, പാപം ചെയ്യാതെ മുൻപോട്ട് നയിക്കുന്ന ഒന്നാണ് ദൈവവചനത്തിൻ്റെ ശക്തി. വചനം നമുക്ക് മുൻപായി പോകണം. അത് നമ്മെ അനുഗ്രഹിക്കും. അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ജീവനും ചൈതന്യവും നമുക്ക് പകർന്നു തരികയും ചെയ്യും. വചനം ഒരുവൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവൻ ദൈവിക അത്ഭുതങ്ങൾക്കായി നിൽക്കുവാനിടയായിത്തീരും. അവൻ ദൈവിക അധികാരത്തോടെ സംസാരിക്കും. ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നാം നമ്മുടെ ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ച് അത് ഹൃദയത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മെ അയക്കുന്നിടത്തൊക്കെയും ശക്തമായി ദൈവത്തിൻ്റെ ആലോചനകൾ പങ്കുവയ്ക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കും. അതെ, ജീവിതത്തിൽ പലപ്പോഴും നാം തകർന്നു പോകുന്നവരായി, ക്ഷീണിച്ചു പോകുന്നവരായി തീരാറുണ്ട്. ഇന്ന് അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന്, വചനപരിജ്ഞാനം കുറയുന്നു. ദൈവവചനം കേൾക്കേണ്ടുന്നത് പോലെ കേൾക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് പോലെ പ്രാവർത്തികമാക്കുവാൻ കഴിയാതെ വണ്ണം അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകുന്നു. എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും എല്ലാ അവസ്ഥയിലും ദൈവവചനത്തെ ഉൾക്കൊണ്ട് അംഗീകരിക്കേണ്ടും വണ്ണം ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ അംഗീകരിച്ച് മുൻപോട്ട് പോയാൽ അത് നിന്നെ ഓരോ ദിവസവും ജയത്തിങ്കിൽ നിന്ന് ജയത്തിലേക്കും വിടുതലിൽ നിന്ന് വിടുതലിലേക്കും നയിപ്പാൻ കാരണമായി തീരും.